പ്രഭുദേവയുടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ സോറി ഈ കൊറിയോഗ്രഫി അതിഗംഭീരമാണ്. എത്ര സിമ്പിളായിട്ടാണ് ആ മൊമെൻറ്റ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഒരു കോമ്പോസിഷൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ മദ്രാസിൽ ഇതുണ്ടല്ലോ മൗണ്ട് റോഡ്, ഏറ്റവും തിരക്കുള്ള റോഡ്, രാത്രിയിൽ അത് ബ്ലോക്ക് ചെയ്ത് ലൈറ്റപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഡാൻസ് പുറത്ത് നോക്കിയത്. അപ്പോൾ ഒരുപാട് ഹ്യൂമിലിയേഷൻ ഉണ്ട്. സിറ്റുവേഷൻ വൈസ് ഭയങ്കര പ്രഷേർഡാണ്. എന്നാലും നമുക്ക് തീർക്കണം, ഇന്നും നാളെ കൊണ്ട് തീർക്കണം. പിറ്റേന്ന് ഇവിടെ AVM സ്റ്റുഡിയോയ്ക്കകത്താണ്. പക്ഷേ AVM സ്റ്റുഡിയോയിൽ ലാസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ നേരം വെളുത്ത് അവിടെ എഡിറ്റേഴ്സൊക്കെ വന്നു തുടങ്ങി. അവർ വരുന്ന പുറയിൽ കാണാം. കാരണം വെളിച്ചം നമുക്കറിയാൻ പറ്റും. അന്ന് ഗ്രേഡിങ്ങൊന്നും അത്രയും പറ്റില്ലല്ലോ. കുറച്ച് വെളുത്തു തുടങ്ങി. അപ്പോഴേക്കാണ് കുറച്ച് ഭിക്ഷക്കാരുടെ കൊറിയോഗ്രഫി അന്നേരം എടുത്ത്. അപ്പോൾ നമുക്കടെ കഴിഞ്ഞ് വിട്ടു. ഇപ്പം നമ്മൾ സാറ് കാണാറുണ്ടോയെന്ന് അറിയില്ല, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ വരാറുണ്ട് സാർ. ഒരാൾ ഗെറ്റിംഗ് റെഡി, രാവിലെ എഴുന്നേറ്റ് ഗെറ്റ് റെഡി ആവുന്നതിൻ്റെ റീൽസ് വരും ഈ ഫോറിനിലൊക്കെ. അതുപോലെയാണ് മമ്മൂക്കയുടെ ഇൻട്രോ ഷോട്ട്. അത് വരുന്നു, ഒരു കൗബോയ് ക്യാപ്പ് വയ്ക്കുന്നു, മറ്റേ നൈഫും ഫോക്കും എടുത്തിട്ട് കട്ട് ചെയ്യുന്നു, കഴിക്കുന്നു. നമുക്ക് കൊതി വരും. നമുക്ക് കൊതി വരും. ആ ഷോർട്സ് ഒക്കെ ആണ് നമുക്ക് കൊതി വരും. എങ്ങനെ ഇപ്പോൾ അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആണ്, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വൈൽഡ് വെസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. വൈൽഡ് വെസ്റ്റ് ആ ഒരു എക്സ്ട്രീമാണ്. അങ്ങനത്തെ ഉള്ളൊരു ലൈഫും ഏറ്റവും മോസ്റ്റ് മോഡേൺ യൂത്തിൻ്റെ ഇപ്പോഴത്തെ വൈബ്രൻറ്റ് ലൈഫും എനിക്കിഷ്ടമാണ്. പബ്ബും ഒക്കെ ചേർന്നിട്ടുള്ള ഈ മദ്യപാനം എന്നുള്ളതല്ല. മദ്യപാനം അതിൻ്റെ ഒരു സൈഡിലുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഒരു ആംബിയൻസ്, അതിൻ്റെ ഒരു ത്രില്ലിങ് ഒരു ഫീലാണ് നൈറ്റിൻ്റെ. അതാണ് അതിന് മിലേനിയർ സ്റ്റാർസിലുണ്ട് ഇതുപോലെ. ഈ മറ്റേ മാലിക്യൂൻസ് ഒക്കെ പുറത്തു വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ആ നൈറ്റ് ലൈഫിൻ്റെ ഒരു ഡ്രീമുണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ തെരുവുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫ്രീഡമാണ്. അതൊരു തരത്തിൽ വഴിതെറ്റലല്ല, ഫ്രീഡം. ഇപ്പോഴാണ് പിന്നീട് വേറെ രീതിയിലൊക്കെ വരുന്നത്. പക്ഷേ ആ ഫ്രീഡം, പിന്നെ അതേപോലെ കൾച്ചറിൻ്റെ, നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ വാല്യൂസിൻ്റെ ഏറ്റവും ഡെപ്തിലേക്ക് പോയിട്ട് ഇപ്പോൾ പൈതൃകത്തിലും ദേശാടനത്തിലും ഒക്കെ ഉള്ള ആ തരത്തിലുള്ള വിഷ്വൽസും അല്ലെങ്കിൽ റിച്വൽസ് പെർഫെക്റ്റാണ്. നമ്മൾ പൈതൃകം ഷൂട്ട് ചെയ്യുമ്പോൾ യാഗശാല അതിൻ്റെ മെഷർ തന്നെ യാഗശാല ആ കണക്കിലിട്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഇഷ്ടിക ചിതിയൊക്കെ ഉണ്ടാക്കിയത് ഒറിജിനലാണ്. അതിൻ്റെ അകത്തുള്ള ഉപയോഗിച്ചിട്ടുള്ള ഹോമത്തിന് ഉപയോഗിച്ച ദ്രവ്യങ്ങളും അതിൽ പാത്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അതിനു വേണ്ടി. അത് കണക്ക് തെറ്റിയിട്ടില്ല. അത് ചെയ്യുമ്പം യഥാർത്ഥത്തിൽ മഴയും പെയ്തു. പക്ഷെ അതൊന്നും ഈ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സ് ഏത് എക്സ്ട്രീം ആയാലും നമുക്കിഷ്ടമാണ് തോന്നുന്നത് അതിനോട്. ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ ചൂസ് ചെയ്യും, നമുക്കിഷ്ടമാണ് തോന്നുന്നത്. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം എങ്ങനെയോ മറ്റുള്ളവരുടെ ഇഷ്ടമായി മാറുകയാണ്. അതാണ് അതിൻ്റെ അകത്തൊരു സെലക്ഷൻ. അപ്പോൾ ചെയ്യുന്ന സിനിമകളിലും ഉള്ളൊരു എൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇപ്പം ജോണി വക്കറിൽ അവരുടെ കോസ്റ്റ്യൂംസ് അവരുടെ ഡ്രസ്സ് ഫ്രീക്ക്, അത് ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ചില സിനിമകളിലൊക്കെ നമ്മളത് കാണുമ്പോഴും ഈ 30 വർഷം ഇതിൻ്റെ ഇടയിൽ പോയത് നമ്മൾ അറിയുന്നില്ല. അല്ലേ? ഒരു ഓഫീസറിലെ വില്ലൻ ജോണി വക്കറിനെ വായിച്ചിരുന്നു, ഞാൻ കാണുകയും ചെയ്തിരുന്നു. ഇത് ചിലപ്പോൾ അത് യാദൃശ്യമായിരിക്കും, എന്നാൽ കൂടെ ആ അപ്പിയറൻസ് നമ്മൾ അന്നേ കൺസീവ് ചെയ്തു മനസ്സിൽ. അപ്പോൾ ഇതൊക്കെ നമുക്കതിനോടുള്ള ഒബ്സഷനാണ്, ഇഷ്ടം. ഞാനത് എപ്പോഴും നോക്കാറ്. അതിനാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്കിഷ്ടമല്ലാത്തത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റുള്ള ഇഷ്ടങ്ങൾ നോക്കി പോയിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഡിസാസ്റ്റർ ആയിട്ടുണ്ട്. ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സാറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഒരു 21-22 വയസ്സുള്ള പിള്ളേരാ? എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട്. പക്ഷേ ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളത് 25 വേണ്ട, ഒരു 10 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ വാച്ച് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ മോൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജെറൈൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മെൻ്റലി നമ്മളെപ്പോഴും യൂത്തായിട്ട് നിൽക്കും, യങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവരുടെ ഒരു ട്രെൻഡും അവരുടെ സംസാര രീതിയും ഇപ്പോഴത്തെ കുറേ പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുന്നത് ഇപ്പോൾ മോനിലൂടെയാണ് അർത്ഥം മനസ്സിലാക്കുക. അല്ലാതെ നമ്മളിപ്പം സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ പുതിയ പിള്ളേരുടെ പടങ്ങൾ കാണുമ്പോഴും നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ അതാണ് അവരുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ സാറാണെങ്കിലും വാച്ച് ചെയ്യുന്നത് ഈ ട്രെൻഡ് സെറ്റേഴ്സാണ്. സെയിം ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ നമ്മൾ വാച്ച് ചെയ്യണം. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എല്ലാം വാച്ച് ചെയ്യണം. പക്ഷെ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ യങ് ഗ്രൂപ്പാണ്.
ഞാൻ എൻ്റെ മോൻ്റെ കൂടെയാണ് സിനിമ കാണാൻ, എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് അവൻ്റെ കൂടെ പോകും, ഞാനും പോകും. കാരണം എനിക്ക് ആ വൈബ്രൻസ് വേണം, അവൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടണം, അവൻ്റെ കൂടെ എനിക്ക് ഓടണം. സിന്നേഴ്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹോളിവുഡിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റ്, എനിക്ക് അന്ന് പോകാൻ പറ്റില്ല, അവൻ പോയി കണ്ടു, ഞാൻ ഇന്നലെ പോയി കണ്ടു. കാരണം ഈ തിരക്കിൻ്റെ ഇടയിലും എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എവിടെ നിൽക്കുന്നു സിനിമ. ഇപ്പോൾ ഇതുണ്ട്, ഓസ്കറിന് വരുന്ന മുഴുവൻ പടങ്ങളും അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ അവൻ കാണും എല്ലാ പടവും. ഞാനും അവൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസങ്ങളും കാണും. ഞങ്ങൾ തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം, എവിടെ നിൽക്കുന്നു സിനിമ. പഴയതിനെക്കുറിച്ച് നമുക്കറിയാം, ഞാൻ പിന്നെ പഴയ സിനിമകളെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുത്ത് പഴയത് ഇൻസിസ്റ്റ് ചെയ്ത് കാണണമെന്ന് പറയാറുണ്ട്. അവൻ എന്നോട് പുതിയതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതൊരു എന്നിട്ടും നമ്മൾ ഓടുകയാണ് ഇപ്പോഴും. കാരണം അതാണ്, അത്രയും ചേഞ്ചസും വളരെ ഓഫ് ബീറ്റായിട്ടുള്ള തോട്ട്സും പുതിയ തലമുറ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓടിയേ പറ്റൂ. ഈ എസ്തറിനെ അവതരിപ്പിക്കാം നായികയായിട്ട്, അതൊരു അപകടം കൂടി ഉണ്ടല്ലോ. അതായത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ഒരാളെ നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ എപ്പോഴും അവരൊരു കുട്ടിയുണ്ട്, പിന്നെ അത് ബ്രേക്കായി വരാൻ ഇത്തിരി പണി. ആ ഷെല്ലിൽ നിന്ന് ഇപ്പോഴും പുറത്ത് വരാത്ത എത്രയോ ആക്ടേഴ്സ് ഉണ്ട്, അവരെ കണ്ടാൽ കുട്ടിയാണെന്ന് നമുക്ക് തോന്നും. കാരണം എത്രയോ പ്രായമുണ്ട്. എസ്തറിനെ ഒരു നായികയായിട്ട് അവതരിപ്പിക്കാം, ആ ചോയ്സ് എങ്ങനെയാണ്? അത് എനിക്ക് എസ്തറിൻ്റെ മുഖത്തെ ഇന്നസെൻസ് ആണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ 18 വയസ്സുള്ള 2 കുട്ടികൾ അറിയാത്ത പ്രായത്തിൽ ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ്. അപ്പം നമ്മൾ ദൃശ്യം കാണുമ്പോഴും അവളുടെ മുഖത്തുള്ള ഇന്നസെൻസ് ആണ് ഹോൾ ഫിലിമിൻ്റെ സോൾ. അവളെ ടോർച്ചർ ചെയ്യുമ്പോഴാണ് അറിയാതെ വിളിച്ച് പറഞ്ഞു പോകുന്നത്. അപ്പം ആ കുഞ്ഞിൻ്റെ അവൾ വലുതായപ്പോഴും ആ മുഖം മാറ്റമൊന്നുമില്ല, വലിയ മാറ്റമില്ല, ഭയങ്കര ഇന്നസെൻസാണ്. അത് തന്നെയായിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്കറിയാം ഈ പറഞ്ഞൊരു ഡെലിക്കേറ്റ് സിറ്റുവേഷൻ ഉണ്ട്. കാരണം ആ കുട്ടിയെ ഇപ്പോഴും ഇനി ദൃശ്യത്തിൻ്റെ അടുത്ത പാർട്ട് വരാൻ പോകുന്നത്, എങ്ങനെയാണ് അതിനെ അവരും കൺസീവ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം എന്തായാലും എനിക്ക് ആ മുഖം മതി. ഇവൻ്റെ രണ്ടുപേരുടെയും, ഗോകുലിൻ്റെ മുഖവും അവളുടെ മുഖവും ചേർത്ത് വെക്കുമ്പോൾ ആ ഇന്നസെൻസ് ഉണ്ട് ടോട്ടലി. സത്യമാണ്, ഇപ്പോഴും ഒരു പടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ക്യാൻസൽ അയക്കുക, അത് സെലക്ട് ആവുക എന്നുള്ളതാണ് വലിയ ആഗ്രഹം. അതൊരു വലിയ അംബീഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. യെസ്, ഇപ്പോഴും അതെ. അതും ക്യാൻസും ഓസ്കറും എൻ്റെ ഡ്രീമാണ്. അത് എന്തായാലും അച്ചീവ് ചെയ്യുന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കുറച്ച് ആയില്ലേ അത്, ഇപ്പം റിജക്ഷൻ വരുമ്പോൾ അത് വേദനിപ്പിക്കുക, അത് ഡിസ്കറേജ് ചെയ്യുക? വേദനിപ്പിക്കും. ആ ഫോളോ എനിക്കിഷ്ടമാണ്. കാരണം ആ ഫോളിൽ നിന്നുള്ള അടുത്ത ജമ്പായിരിക്കും ഏറ്റവും അതിനേക്കാൾ അതുവരെ ചെയ്യാത്തൊരു സിനിമയുടെ പ്ലസ് പോയിന്റ്. കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു സബ് കോൺഷ്യസിൽ ഞാൻ ആ ഫോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ആലോചിക്കാറുണ്ട് ചിലപ്പം. ആ ഡീപ്പ് ഫോളിൽ നിന്ന് ഞാൻ എന്തായാലും അതിശക്തമായിട്ട് മുകളിലോട്ട് ജമ്പ് ചെയ്യും, ഉറപ്പാണ്. അവിടെ ഒന്നും ക്രൈറ്റീരിയ ഇല്ല, ഒരു സിനിമയിലെ പൈസ ക്രൈറ്റീരിയ ഇല്ല, ആക്ടേഴ്സൊന്നും ക്രൈറ്റീരിയ ഇല്ല, എനിക്ക് ആ എനർജി മാത്രം മതി. MT സർ സ്വയം അങ്ങ് നിർദ്ദേശിച്ച ഡയറക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഡയറക്റ്റ് ചെയ്യേണ്ട ആഗ്രഹമുള്ള ആളുകളിൽ പ്രധാനിയാണ്. മനോരഥങ്ങൾ ഇതിലൊരു സെഗ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യുക. ഒരുപാട് പേരുടെ ഇഷ്ടം, അതായത് സാഹിത്യകാരുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇനിയും ചിലപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു കഥ എടുത്തിട്ട് സാർ ഇനിയും ചിലപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കിയെന്ന് വരും. ഈ സാഹിത്യമായിട്ടുള്ള ഈ ഒരു ബന്ധമുണ്ടല്ലോ, അത് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സിന് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫുൾ ടൈം റീഡിങ് ഉള്ളൊരു വ്യക്തിയാണ്. അത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അപ്ഡേഷൻ നടത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ പഴയ റൈറ്റേഴ്സിൻ്റെ എല്ലാ പുസ്തകവും അത് മഹാത്ഭുതമാണ്. എനിക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ബുക്സിൻ്റെ ഒക്കെ കട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതാവും. പക്ഷെ അങ്ങനത്തെ ബുക്സൊക്കെ ഇരുന്ന് വായിച്ച് നമ്മൾ വായിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. പക്ഷെ ജയരാജ് വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു സാധാരണക്കാരൻ വായിക്കുന്ന രീതിയിലല്ല അദ്ദേഹം വായിക്കുമ്പോൾ. ഫുള്ള് വിഷ്വലൈസ് ചെയ്യുന്നു. അതുപോലത്തെ ക്യാരക്ടർ എങ്ങനെ വരണം എന്നൊക്കെ ഉള്ളൊരു, ഇപ്പം MT ഒക്കെ എഴുതുമ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരംശം എന്തായാലും ജയരാജൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം ഈ വലിയ വലിയ എഴുത്തുകാരുടെയൊക്കെ ഇൻഫ്ലുവൻസ് വരാൻ കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കോട്ടയത്തിരിക്കുന്ന ആള് ഈ ഒറ്റപ്പാലം ആ ഏരിയ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് ആ കഥകളിലൂടെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഈ ജയരാജൻ എന്ന വ്യക്തി ആ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ജസ്റ്റ് ആ ഇമാജിനേഷനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആ പുസ്തകത്തിൻ്റെ വിവരണവും അത് വായിക്കുന്ന ആളുടെ ഒരു ആക്സെപ്റ്റൻസും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കറക്റ്റ് ടൈമിലുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നില്ലേ മനോരഥങ്ങളിലെ? അത് അദ്ദേഹവും പോയി ഞങ്ങൾക്ക് വലിയൊരു മിസ്. കാരണം ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വൈശാലി കഴിയുമ്പം നല്ല ഒരു
റിലേഷൻഷിപ്പാണ് ഞങ്ങൾ അദ്ദേഹമായിട്ടുണ്ടായിരുന്നത്. അപ്പം വൈശാലിയുടെ പല മൊമെൻറ്റ്സിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എനിക്കൊരു കഥ. പക്ഷെ ഞാൻ അടുത്ത ടേൺ ഞാൻ അതിന് ഉടനെ കിട്ടില്ല എന്ന് വിചാരിച്ചാണ് അടുത്ത എൻ്റെ വിദ്യാരംഭം മുതലുള്ള യാത്ര തുടങ്ങുന്നത്. പിന്നീടാണ് ഞാൻ വേറൊരു പ്രൊഡ്യൂസർ പറഞ്ഞ് ഞാൻ അറിയുന്നത്, അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി എഴുതി വെച്ച സ്ക്രിപ്റ്റാണ്, വേണമെങ്കിൽ അദ്ദേഹം വേറെ ഏതോ സിനിമയൊക്കെയായിട്ട് പോയി, വേണമെങ്കിൽ ഇത് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അത്രയും പുള്ളിക്ക് കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു വലിയ മിസ്സായിരുന്നു. MTയുടെ ഒരു സിനിമയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ജീവിതം പൂർണ്ണമാവില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പം എന്നോട് എനിക്ക് മാത്രം കിട്ടിയ ഒരു ഓപ്ഷനാണ് ഇഷ്ടമുള്ള കഥ ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം മതി, കാരണം അത്രയും കാലാതീതമായ കഥ നമുക്ക് വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ. അപ്പം അത് ഞാൻ ചൂസ് ചെയ്തു. എനിക്കത് അതിനോട് നീതി പുലർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. വാസുവേട്ടൻ കാണുകയും ചെയ്തു, അദ്ദേഹത്തിനും ഞാൻ വാസുവേട്ടൻ. അപ്പോൾ അദ്ദേഹം കാണുകയും ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതൊരു വലിയ ആഗ്രഹമാണ്. നമ്മളൊരു ഫിലിം മേക്കർ ആവാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രേരിപ്പിക്കുന്നു, ആ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഒരു കഥയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമാവില്ലല്ലോ. പെരിങ്കളിയാട്ടം എപ്പോൾ റിലീസാവും? ജൂൺ അവസാനം. അത് ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ അത് ജൂൺ അവസാനം റിലീസാണ്. ഇനിയൊരു നാഷണൽ അവാർഡ് ഫിനോമിന ആയിരിക്കും ആ സിനിമ. പെരിങ്കളിയാട്ടം കളിയാട്ടം പോലെ പൂർണ്ണമായും ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റഡ് അല്ല, കുറച്ചൊരു ആക്ഷൻ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് 75ാമത്തെ വർഷമാണ് സെവൻ സാമുറായിയുടെ കുറസോവ ചെയ്ത സെവൻ സാമുറായിയുടെ 75ാം വാർഷികമാണ് ഈ 2025 എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. സെവൻ സാമുറായി എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. 7 തെയ്യങ്ങൾ. അത്രേ ഉള്ളൂ. ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അർപ്പിക്കുന്ന ഒരു സിനിമയാണ് 7 സാമുറായിക്ക് വരെ 7 തെയ്യങ്ങൾ. അതാണ് കോൺസെപ്റ്റ്. എൻ്റെ അറിവിൽ നവരസയിൽ ഇതുവരെ ശൃംഗാരം ബാക്കിയുണ്ട്. ഞാൻ ഒരു ആഗ്രഹം ചോദിച്ചോട്ടെ, റൊമാൻറ്റിക്കായിട്ട് ഏറ്റവും നന്നായി അഭിനയിക്കുന്ന നടന്മാരിൽ പ്രധാനി ഉണ്ടല്ലോ, ശ്രീ മോഹൻലാൽ. അദ്ദേഹവുമായിട്ടൊരു അസോസിയേഷനും ഇതുവരെ നടന്നിട്ടില്ല. സാധിക്കുമോ ശൃംഗാരം നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ശൃംഗാരത്തിൻ്റെ കഥ അല്ലെങ്കിൽ അതിൽ നമ്മൾ മുമ്പ് പറഞ്ഞ വിപ്രലംബവും സംഭോഗ ശൃംഗാരവും രണ്ടും ചേർന്ന് വന്നാൽ മാത്രമേ അതിന് പൂർണ്ണത വരുള്ളൂ. രണ്ടും വരണം. അങ്ങനെ ഒരു കഥ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്നത്. 2, മോഹൻലാലിനെ നായകനാക്കിയൊരു സിനിമ ചെയ്യണമെന്നുള്ള എല്ലാ മലയാളികളെ പോലെ എനിക്കൊരാഗ്രഹമുണ്ട്. അത് നല്ലതിനു വേണ്ടിയായിരിക്കും നടക്കാതിരുന്നത്. കാരണം ഇനിയും എത്രയും വൈകുന്തോറും അത്രയും ഉത്തരവാദിത്തമുള്ളൊരു കഥാപാത്രം അല്ലെങ്കിൽ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയും ആ അസോസിയേഷൻ അത്രയും ചലഞ്ചിങ് ആവണം. അപ്പോൾ അതൊരു വലിയ കാത്തിരിപ്പാണ്. സാർ ഈ വിമർശനം കേട്ടിട്ടുണ്ടായിരിക്കും, റെയിൻ കമ്മഗിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ് കുറച്ചധികം ഷെയ്ക്ക് ചെയ്യിപ്പോയി. അത്രയും ഷെയ്ക്ക് വേണ്ടിയിരുന്നില്ല. അത് നമ്മൾ അറിയാല്ലേ, ആ വിമർശനം കേട്ടിട്ടുണ്ടല്ലേ? പിന്നെ കാരണം അത് എൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. കാരണം ഞാൻ ആ ക്യാമറമാനെ ട്രസ്റ്റ് ചെയ്യാണല്ലോ. നമ്മൾ പലപ്പോഴും റഷസ് ഒന്നും കാണില്ലല്ലോ. നമ്മളിത് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ കാണുമായിരുന്നു റഷ്. 2ാം ദിവസം 3ാം ദിവസം റഷ് കാണും. ഇത് റഷ് കാണുന്നില്ല. അപ്പം തൊട്ട് മുമ്പ് ചെയ്ത RD രാജശേഖർ എന്നുള്ള ക്യാമറമാൻ്റെ ആ ഷേക്കിംഗ് ഇമ്പാക്റ്റ് ഭയങ്കര രസമാണ്. ആ ഒരു ഫ്ലോ പോലെ വരുള്ളൂ. അത് സ്ലോ ആയാൽ അത് ഷെയ്ക്കാവും. പെട്ടെന്ന് പോയി വന്നാൽ ഷെയ്ക്കല്ല, ഒരു അനക്കം വരുള്ളൂ. ആ സ്പീഡ് കുറഞ്ഞതാണ് പറ്റിപ്പോയത്. ഞാൻ അൺഅവെയർ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അല്ല, എനിക്കറിയാം. എനിക്ക് അന്ന് ഞാൻ പടം കാണും ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമല്ലോ. നമുക്കും വിഷ്വലി ഡിസ്റ്റർബ് ചെയ്യും, ഷെയ്ക്ക് ചെയ്യുന്ന ഡിസ്റ്റർബ് ചെയ്യും. ആ സമയം ഷെയ്ക്ക് പോലും അറിയാതെ വന്നു പോയ കുഴപ്പമില്ല. അങ്ങനെ ഒരു ആ രാജശേഖറിൻ്റെ ആ ഹോൾ ഭയങ്കരമാണ്. ഒരു പിടിക്കാൻ അതിഗംഭീരമാണ്. സമാനമായിട്ടുള്ള ഒന്ന് പിന്നെ ഞാൻ കണ്ടത് പ്രേമത്തിലുണ്ടല്ലോ അങ്ങനെ കുറച്ച് ഷെയ്ക്കി ഷോട്ട്സ്. അപ്പം ഈ ഷെയ്ക്ക് ചെയ്യുന്ന സിനിമകളുണ്ട്. അതിന് ഇതിലും ഇപ്പം നമുക്ക് വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാം. കാരണം റെയിൻ കമ്മഗിൻ്റെ അകത്ത് അവിടെ ആ ഒരു ഗോസ് വർഷിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വെച്ചതെന്ന് വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അത് മിസ്റ്റേക്കാണ്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പുതിയ സിനിമ, പുതിയ കാലഘട്ടത്തിൽ പ്രണയം സംസാരിക്കുന്നതിനോടൊപ്പം ഒരു ജയരാജ് ടച്ച് അത് പ്രകടമാണ്. എന്തായാലും ശാന്തമി രാത്രിയിൽ പ്രണയം സംസാരിക്കട്ടെ.
ആളുകൾ കണ്ട് വിധി എഴുതട്ടെ. രണ്ടുപേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.